ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രധാന വഴി തടഞ്ഞെങ്കിലും മറ്റൊരു വഴിയിലൂടെ ഈ പ്രവർത്തകരിൽ ചിലർ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ഈ കോളേജ് ഹോസ്റ്റലിന്റെ ഗേറ്റ് തള്ളി തുറക്കാനായി ശ്രമിക്കുകയാണ്. അവിടേക്കും എത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രവർത്തകർ പോകാൻ കൂട്ടാക്കുന്നില്ല. മുൻവശത്തായി തന്നെ പ്രവർത്തകരിൽ ചിലർ നിൽക്കുകയാണ്. കോളേജിനകത്തേക്ക് കടക്കണമെന്ന ലക്ഷ്യവുമായാണ് ഞങ്ങൾക്ക് പ്രതിഷേധം അറിയിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അഞ്ജന, ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ യൂത്ത് കോൺഗ്രസിന്റെ 4 പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. അവരവിടെ കുത്തിയിരിക്കുകയാണ്. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പുറത്തുള്ള ഗേറ്റ്. അവിടെയാണോ ഈ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വരുന്നത്? സുജയ, ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഉള്ളത് ഈ പ്രിൻസിപ്പളിന്റെ ഓഫീസും മറ്റ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും എല്ലാം തന്നെയാണ്. ഈ അധികൃതരുടെ അടുത്തേക്ക് ചെല്ലണമെന്ന ലക്ഷ്യവുമായി തന്നെയാണ് ഈ പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഈ കോളേജിന്റെ മുൻ കവാടത്തിന് മുൻപിലായി 4 പ്രവർത്തകർ ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസുകാർ ഇവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നോട്ട് പോകാൻ ഇവർ തയ്യാറല്ല. മുൻപിലായി തന്നെ 4 പേരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും നീക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. സസ്പെൻഷൻ അല്ലാതെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നും തങ്ങളുടെ പ്രതിഷേധം അധികൃതരെ അറിയിക്കണമെന്നും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പോകാതെ ഈ ഗേറ്റിന് മുൻപിലായി തന്നെ ഈ 4 പ്രവർത്തകരും ഇരിക്കുന്നത്. സുജയ, 4 പേർ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് പോകുന്ന കവാടത്തിന്റെ അടുത്ത് പ്രതിഷേധവുമായി ഇരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി പ്രതിഷേധിക്കുന്നത് ഇപ്പുറത്തെ കവാടത്തിന്റെ അവിടെയാണ് ബാരിക്കേഡ് ഒക്കെ വെച്ച് പോലീസ് തടഞ്ഞത്. അഞ്ജന, അവിടെ ജലപീരങ്കി പ്രയോഗം തുടരുന്നുണ്ടല്ലേ? ജലപീരങ്കി പ്രയോഗം പോലീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകരിൽ ചിലർ ഈ കോളേജ് ഗേറ്റിന് മുൻപിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടുതൽ പോലീസ് ഈ ഗേറ്റിന് മുൻപിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ പ്രവർത്തകരിൽ ചിലർ മാത്രമാണ് ബാരിക്കേഡിന് മുൻപിലായി നിൽക്കുന്നത്. പ്രധാനമായും പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് ഈ കോളേജ് ഗേറ്റിന് മുൻപിലാണ്. അധികൃതരെ കാണണം, പ്രതിഷേധം അറിയിക്കണം എന്ന ലക്ഷ്യവുമായി 5 പേരാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ കോളേജ് ഗേറ്റിന് മുൻപിൽ നിൽക്കുന്നത്. ഇവരെ പിന്തിരിപ്പിക്കാനായി വലിയൊരു പോലീസ് സന്നാഹം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ആ ബാരിക്കേഡിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. ഇവരെ പിന്തിരിപ്പിക്കണം, കോളേജിലേക്ക് കടക്കുന്നത് തടയണം എന്ന ലക്ഷ്യവുമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിലായും പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. മതിൽ ചാടിയൊങ്ങാൻ ഈ കോളേജ് ക്യാമ്പസിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അത് തടയാനായും ഈ പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിലായി 2-3 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. നിലവിൽ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ കൂടുതൽ പേർ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം 4 പേരായിരുന്നു ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ഇപ്പോൾ അവിടെ നിന്നും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. 10 പേരാണിപ്പോൾ ഈ ഗേറ്റിന് മുൻപിലായി ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. കൂടുതൽ പോലീസുകാരും എത്തിയിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത പോലീസ് മുൻപിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ബാരിക്കേഡിന്റെ അവിടെ നിന്നും കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് ഈ കോളേജ് ഗേറ്റിന് മുൻപിലേക്ക് നീക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരു ശ്രമം ഉണ്ടാകുമെന്ന് കരുതുന്നു. പോലീസ് ജീപ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവർത്തകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. അതെ, അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്.